അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി യാത്ര തുടങ്ങി വീണ്ടും അടുത്ത ഒരു കൺട്രിയിലേക്ക്. അതായത് നമ്മുടെ ലോകത്തിലെ സ്വർഗം എന്ന് പറയുന്ന സ്വിറ്റ്സർലൻഡിലേക്ക്. അത് നിങ്ങൾക്ക് ഈ വിഷ്വൽസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം ഞങ്ങൾ നടന്നു നീങ്ങുന്നത് ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു ട്രെയിൻ കയറി ഫ്രാങ്ക്ഫർട്ടിലേക്ക് എത്തിയിട്ട് വേണം നമുക്ക് അവിടുന്ന് ബസ്സിനാണ് സ്വിറ്റ്സർലാൻഡിലേക്ക് പോകുന്നത്. പക്ഷെ അവിടെ ലാൻഡ് ചെയ്തത് ഒന്നും പറയാനില്ല സത്യം പറഞ്ഞാൽ. അത് കണ്ടു തന്നെ മനസ്സിലാക്കണം, അത് ലോകത്തിലെ സ്വർഗം തന്നെയാണ്. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ഓൾഡ് സിറ്റിയിലാണ്, സ്വിറ്റ്സർലാൻഡിൽ. അപ്പോൾ അവിടുന്ന് കുറേ പിക്ചേഴ്സും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. നല്ലൊരു അനുഭവമായിരുന്നു ആ ഓൾഡ് സിറ്റി കാണാൻ. അത് നടന്ന് കണ്ട് തീർക്കാനും നമുക്ക് സമയമുണ്ടായിരുന്നു. പക്ഷെ അതിലെ നമ്മ സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോഴും അവിടെ ഷോപ്പുകളൊക്കെ ഓപ്പൺ ആയി വരുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ല നല്ല അടിപൊളി ഒരു കാഴ്ച തന്നെയാണ് അവിടെ കാണാനുള്ളത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഒരു ചർച്ച് ഉണ്ടായിരുന്നു. ആ ചർച്ചിൻ്റെ സൈഡിലേക്ക് പോയി ആ വിഷ്വൽസ് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തു. ആ പള്ളിയുടെ ഉള്ളിലേക്ക് കയറിയില്ല. അപ്പോൾ അവിടെ മുന്നിൽ കുറേ ഷോപ്സ്, അതായത് കുറേ യൂസ്ഡ് ഐറ്റംസുകൾ കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സാധനങ്ങളൊക്കെ കണ്ടു. അവിടെ നിന്ന് നടന്നു കഴിഞ്ഞ് ഞങ്ങളൊരു കോഫി ഷോപ്പിലേക്ക് എത്തി. കോഫി ഷോപ്പിൽ നിന്ന് ഒരു കോഫിയൊക്കെ കുടിച്ച് എൻ്റെ കുറച്ച് സെൽഫി വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് എടുത്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ബസ്സിൽ കയറി നമ്മുടെ എക്സാക്റ്റ് നമ്മളൊരു സ്വർഗം കാണാൻ പോവാണ്. ഇപ്പം ഓൾറെഡി നമുക്ക് കാണാൻ മനസ്സിലാവുകൊണ്ടും നമ്മൾ വിൻഡോ വ്യൂ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ സ്വർഗത്തിലേക്ക് എത്തിച്ചേർന്നു. സ്വിറ്റ്സർലാൻഡിൽ ഗ്രിൻഡിൽ ലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള ട്രെയിൻ ടിക്കറ്റൊക്കെ എടുത്തു. ഇങ്ങനെ രണ്ടാളും അവിടേക്ക് മൂവ് ചെയ്യാനുള്ള നടത്തത്തിലാണ്. അതിലങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കുറ്റം കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല തമാശകളൊക്കെ പറഞ്ഞ് ഞാൻ ട്രെയിനിൽ കയറി. ആ ട്രെയിനിൽ കയറി പിന്നെ അവിടെ നിന്ന് കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ആ ഒരു ഭംഗി കൂടിക്കൊണ്ടിരിക്കുക. ആ ഓരോ മലയുടെ സ്റ്റെപ്പിന് കൂടിക്കൊണ്ട് തോന്നും. നമുക്ക് ഇതിൽ വീഡിയോസിൽ കാണാൻ കഴിയും ആ ടോപ്പിൽ നിൽക്കുന്നത് മഞ്ഞ്. അതിപ്പോൾ ഓൾറെഡി ഇപ്പോൾ മഞ്ഞ് സീസണല്ല, പക്ഷെ ഇപ്പോൾ അവിടെ റെയിനി സീസണാണ്. അവിടുത്തെ ആൾക്കാരും ആ ഒരു സാറ്റർഡേ ആയിരുന്നു നമ്മൾ അവിടെ എത്തിയിരുന്നത്. ആ സാറ്റർഡേ ആൾക്കാർ അവിടെ സ്പെൻഡ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷമാണ്. അവർ ഫിറ്റ്നസ് ലെവലിൽ കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ അവിടുത്തെ ഗ്രാമങ്ങളാണ് ഏറ്റവും കൂടുതൽ ഭംഗി എന്ന് പറയുന്നത്. പിന്നെ അവിടെ ചെന്നപ്പോൾ ചെറിയൊരു നല്ല മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ആ ചൂടിൽ നിന്നാണ് വന്നിരുന്നത്, ഞാൻ ദുബായിൽ നിന്നാണ് വന്നത്. അപ്പോൾ ആ ഗ്രാമങ്ങളിൽ കണ്ടു, ആ മഴ കിട്ടി. പക്ഷേ ഇത് നമുക്കൊരു ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും നമുക്കത് പോയി അനുഭവിക്കേണ്ട ഒരു സ്ഥലമാണ് സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത്. അത് സ്വർഗം തന്നെയാണ്. പിന്നെ അവിടെ നിന്ന് തിരിച്ചു ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു.